നമ്മളിവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഗൈഡിൻ്റെ കൂടെയും പ്രതീക്ഷ് ഭായിയുടെ കൂടെയും നടന്ന് കയറുവാണ്. നടന്നു പോകണം. ട്രെക്കിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. നോക്കാം എന്താണ്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി മുകളിലോട്ട് നടക്കുവാണ്. നമ്മൾക്കൊരു ഗൈഡിനെ ഹോട്ടലുകാർ അറേഞ്ച് ചെയ്തു തന്നു. ബാലകൃഷ്ണൻ എന്നാണ് പേര്. അപ്പോൾ പ്രതീക്ഷ് ഭായും ബാലകൃഷ്ണനും കൂടി മുന്നിലോട്ട് നടന്നു പോവുകയാണ്. ഞാൻ തൊട്ടു പിറകിലും. ചലനപ്പെടുത്താന ऐसे 150 സ്റ്റെപ്സ് കയറണമെന്ന് പറയുന്നു. ഇപ്പോഴേ ഞാൻ കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. नहीं वो उसका रेंट कितने की होगी? वो रेंट कितना? वो 25,000 भाई. अच्छा 2500 3000 ऐसे पड़ा. हाँ उनका स्टैचू मूर्ति बन गया. तो यहाँ पे मंदिर बन गया. हाँ ओके. यहाँ से देखने के लिए कितनी दूर आगे जाना है. हाँ 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 तो यहाँ पे देख के तब रुक के गए थे. ओके. तो यहाँ से पूरा द्रोणागिरी का व्यू दिखता है. जहाँ से हनुमान ने पहाड़ उठाया था वो आपको ऊपर दिखाऊंगा सारे माउंटेन. ओके. संजय बूटी लेने गए थे तो यहाँ पे कुछ टाइम रुके थे हवा में. उनके साथ शैडो जैसे पड़ा किसी स्टैचू उस पर उनका स्टैचू मूर्ति बन गया. यहाँ पे मंदिर बनाए थे. यहाँ से ये देखने के कितनी दूर जाना है आगे. यहाँ से द्रोणागिरी पर्वत दिखता है ना. यहाँ संजय बूटी पहाड़ उठाया था वो दिखाऊंगा आपको. ഈ പടിയെല്ലാം കയറി നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. സഞ്ജീവനി എടുക്കുവാൻ പോകുന്നതിനിടയിൽ ഹനുമാൻ സ്വാമി ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു. പടികൾ മാത്രം, എങ്ങോട്ട് നോക്കിയാലും പടിയേ ഉള്ളൂ. ബാലകൃഷ്ണൻ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ ഹിന്ദി കുറച്ച് പ്രയാസമാണ്. ഗഡ്വാളി ലാംഗ്വേജ്, പഹാഡി ലാംഗ്വേജ് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഹിന്ദി സംസാരിക്കുന്നത്. ഈ അമ്പലത്തിനകത്ത് പൂജാരി ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ അതിനകത്തൊരു പൂജാരി ഉണ്ടായിരുന്നു. फिर नहीं चाहिए, लेकिन अब तो वायरल हो जाएगा ना, सब लोग देख लेगा ना. सब लोग तो देख ही रहा है. करो ना, अच्छा है ना. अच्छा. जय राम जी की. जय बजरंगबली. जय सिया राम. हाँ जय सिया राम. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റാർ കാറിൽ പോകും. स्टॉप नहीं है, चलता है. स्लो हो जाएगा. आप सही कर बैठेंगे मैडम सेंटर में. राइट आ सकते ये लीजिएगा नहीं बैठ. बट हाइट इज हाइटोफोबिया. ഒരു രസവും ഇല്ല. ബിക്കോസ് ഹൈറ്റോഫോബിയ കാണുന്നത് പോലെയല്ല. ഇറ്റ് ഈസ് വെരി സ്കാരി. കാരണം ഒന്നാമത് ഓപ്പൺ കേബിൾ കാറെന്നോ കേബിൾ ചെയറെന്നോ എന്തോ വേണോ പറയാം, ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല ലോങ് ഡീപ്പ് ഡിസ്റ്റൻസ് വ്യൂ ആണ്. ഇറ്റ് ഈസ് വെരി സ്കാരി. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയുള്ള മൗണ്ടെയിൻ റേഞ്ചസും ഇത്രയും ഒരു ഡീപ്പ് സൈലൻസും ഇതെല്ലാം കാണുമ്പം നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്ന വഴിയെല്ലാം ഇങ്ങനെ ഇത്രയും സ്കാരി ആയിട്ട് വന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകും. ശരിക്കും ഞാനവിടെ കുറച്ച് നേരം ഇങ്ങനെ ഈ മലനിരകളൊക്കെ കണ്ടുകൊണ്ട് ഐസിനെ തേടി നമുക്ക് നടന്ന് കിतने वॉकिंग का कितना किलोमीटर? 600 मीटर. ओके 600 मीटर. यहाँ से थोड़ी स्टीप है ना. हाँ स्टीप है. हाँ वो फ्लावर्स वाला. हाँ वहाँ तक चलना है बस. हाँ यहाँ से देखो अभी घोड़े थोड़े घुमा के. हाँ वहाँ सीधा है थोड़ा सा. हाँ
जीप है वहाँ सीधा सीधा 600 മീറ്റേഴ്സ് നടന്ന് കയറണമെന്നാണ് പറയുന്നത്. നോക്കാം. സ്റ്റീപ്പ് ഏരിയ ആയതിനാൽ നമ്മൾ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 6 മൂവ്മെൻറ്റിൽ നടന്നാൽ മതിയെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. നമ്മൾക്ക് അത്ര ടയർഡ്നെസ് തോന്നില്ല എന്ന് പറഞ്ഞു. ബാലകൃഷ്ണൻ്റെ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഓരോ ടിപ്സുകളും ബാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ബാലകൃഷ്ണൻ ഈ ഏരിയയിൽ ഡെയിലി 2-3 ടൈംസ് വരും എന്നാണ് പറയുന്നത് ഓരോരുത്തരെയും കൊണ്ട്. ഐ കാൺ ബിലീവ്. വിൻ്റർ ടൈമിൽ ഇവിടെ എല്ലാം സ്നോ ആണ്. അപ്പോൾ സ്നോ ടൈമിൽ നമ്മളിപ്പോൾ കേബിൾ കാർ കയറി അതുവരെ സ്നോ ഉണ്ടാവും. അപ്പം ഒരുപാട് ഗെയിംസ് സ്കീയിങ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. सेम वो भी इनका है, वो भी गवर्नमेंट का. ഇത് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. आर्टिफिशियल लेक 2011 में बना था. 2011 ഉണ്ടാക്കിയ मैन मेड. ആർട്ടിഫിഷ്യൽ ലേക്ക് എന്നാണ് പറയുന്നത്. ബാലകൃഷ്ണൻ എല്ലാം പറഞ്ഞു തരുവാണ്. क्या है? कुटुनियास्टर. वो क्या है? कुटुनियास्टर. आपको हाई फीवर हो गया ना, हाँ इसके रूट्स पे दवाई का काम करते हैं. हाँ कुटुनियास्टर आप गूगल करके दिख जाएगा. ഹിമാലയൻ ഹെർബ്സ് ആണ്. പനി വരുമ്പോൾ हाँ इसका कुछ टेस्ट नहीं होता है, हाँ पर इसका रूट्स काम आते हैं. हाँ ये आपको ऊपर बहुत मिलेंगे. हाँ हाँ ഇവിടെ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെർബ്സ് ഉണ്ടാവും. और आपको ഹിമാലയ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. क्या है? माउंटेन का नाम बता दो. हाँ आपका फर्स्ट ऑफ आपके वहाँ जहाँ होटल से भी दिखता है हाँ नंदा देवी माउंटेन, हाईएस्ट पीक उत्तराखंड स्टेट का, हाँ सेंटर वाला, हाँ हाँ इंडिया का सेकंड हाईएस्ट. हाँ जस्ट इधर राइट वाला है. हाँ ये आपका बेताल तोली रेंज कहते हैं. हाँ क्या है? बेताल तोली रेंज या बत्ता तोली रेंज, हाँ पूरी रेंज बत्ता तोली रेंज. रेंज. हाँ इसके और ऊपर नंदा गुंगटी आता है हाँ और ऊपर त्रिशूल पर्वत आते हैं. ओके ओके. क्वारी पास और पांगचूड़ा ट्रैक से दिखता है, यहाँ से नहीं दिखते हो. हाँ हाँ आप इधर आएंगे नंदा जस्ट लेफ्ट साइड, हाँ ये यहीं पे यही जस्ट इधर बगल में मैम. हाँ हाँ नंदा जस्ट बगल पे हाँ वो आपका द्रोणागिरी माउंटेन, ओके जहाँ से हनुमान जी ने संजीवनी बूटी लिफ्टेड हाँ, हाँ. उठाया था उन्होंने वो पहाड़. ओके. और इसके जस्ट बगल पे थोड़ा सा दिख रहा ब्लैक वाला वर्ड, हाँ वो है चंगबंग पर्वत. हाँ 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 चंगबंग हाँ इधर आएंगे पूरा ये गढ़वाल हिमालय है ये. हाँ 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 इसके बाद इंडो चाइना बॉर्डर है पूरा. हाँ उसके पीछे. ये सामने आपका ना हाँ जस्ट कॉल लोटस ऑफ ब्रह्मा. हाँ हमारे स्टेट फ्लावर है ब्रह्म कमल, हाँ वाइट कलर बर्मल पिक कहते हैं उसको. ओके ओके. इससे उसी के शेप का ना ब्रह्म कमल शेप का आप देखोगे. हाँ 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 ये इधर आएंगे अब ये वाला, ये हाथी घोड़ी पीक है. इधर घोड़े का कान जैसे दिख रहा है ना, ये हाथी घोड़ी पीक है टॉप वाला. ओके. हाथी घोड़ी पीक. इधर आएंगे आप, हाँ वो है कामेट बड़ा वाला. हाँ 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 कामेट, नीलगिरी, हाँ, मंदिर टॉप, हाँ. देवन, वो नीलगिरी रेंज भी कहते हैं इसको. हाँ हाँ जो आपको ऐसे वैली दिख रही, हाँ ये वैली ऑफ फ्लावर्स है आपका. फूलों की घाटी वैली ऑफ फ्लावर्स आपका यही है. फ्लावर्स का नाम क्या है? वैली ऑफ फ्लावर्स, वैली ऑफ फ्लावर्स. पूरी वैली वैली फ्लावर्स. हाँ हाँ उसका ट्रैक होता है, आप गूगल करोगे ना. हाँ 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 पहले वो अलग था, एक हाँ, नेशनल पार्क था, हाँ वाइल्ड एरिया रिजर्व था वो. अब ये नंदा देवी नंदा माउंटेन हाँ नेशनल पार्क है, നാഷണൽ പാർക്ക്. रिजर्व एरिया. ബാലകൃഷ്ണൻ ഇങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ബാലകൃഷ്ണനോട് ചോദിച്ചു ബാലകൃഷ്ണൻ എന്താ പഠിച്ചതെന്ന്. BSc ജിയോളജി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ടെസ്റ്റ് എഴുതി ജോലിക്ക് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. आपका बद्रीनाथ धाम है. बद्रीनाथ धाम. बद्रीनाथ धाम है. हाँ मंदिर होता है ना. हाँ अभी कपाट बंद है. क्या है? ये हमारा रोडोडेंड्रन अर्बोरियम, हाँ एक दूसरा होता है रोडोडेंड्रन कैप्रिटम. ये अर्बोरियम वाला है, इसका जूस बनता है. इसके हार्ट की प्रॉब्लम और कोलेस्ट्रॉल के लिए बेस्ट होता है. हाँ रूअप्स की तरह. राज्य वृक्ष है बुरास, बुरास. इसका जूस बनता है, हार्ट और कोलेस्ट्रॉल के लिए बेस्ट होता है. हाँ हाँ हाँ. उत्तराखंड का राज्य वृक्ष. ഞാൻ ബാലകൃഷ്ണൻ്റെ അടുത്ത് 2 പൂ പറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് പോയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കുടിച്ചു നോക്കാം. എന്തായിരുന്നാലും ഹെർബൽ ടൈപ്പാണല്ലോ. അപ്പം ഇറ്റ് ഈസ് നോക്കാം എന്താണ് ഒരു എവറിത്തിങ് ജ്യൂസാണ് നല്ലതെന്ന് മതി. ठीक है बस बस. हाँ थैंक यू. दिखने भी बहुत अच्छा है. ओके आई विल टेक ए पिक्चर ऑफ दैट. സി കണ്ട ആൾക്കാർ കൊണ്ടിട്ടിട്ട് പോയിരിക്കുന്ന കച്ചട. എന്ത് അതെ
എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഇവർക്ക് കൊണ്ടുവരാൻ അറിയെങ്കിൽ ഇതുപോലെ കൊണ്ട് കളഞ്ഞ് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടൂടെ. സങ്കടമുണ്ട്. അവിടെ അവിടെ ഉണ്ട്. ഇതോ ഉധർ ബി ഹൈ, പി കെ ഡാൽത്താ ഹൈ നാ, അങ്ങനെ അവസാനം മുകളിലെത്തിയപ്പം തന്നെ ടയേർഡായി. ബാലകൃഷ്ണൻ എവിടുന്നോ ഒരു ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ അങ്ങനെ ആ ചെയറിലിരുന്നു. കോഫി കുടിച്ചിട്ട് നമുക്ക് ബാക്കി നടക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഇപ്പോൾ കാണുന്നത് അവിടെ ഒരു ചെറിയൊരു സ്പേസാണ്. അതിനകത്താണ് അവർ കുക്ക് ചെയ്യുന്നതൊക്കെ. കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കോഫി, നൂഡിൽസ്, റൈസൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. സ്നോ ഏരിയ ആണെങ്കിലും ഈ മൗണ്ടെയിൻ റേഞ്ചസ് രാവിലെ ഭയങ്കര ചൂടായിരിക്കും. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. 10 മണിയായിട്ടും നല്ല ചൂടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആ ജാക്കറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കോഫി കുടിക്കുന്നത്. സീ ദ മൗണ്ടെയിൻസ്. ശരിക്കും ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും മലകളാണ്. അങ്ങനെ അതെല്ലാം ചുറ്റി കണ്ടുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.